എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ചാനലിൽ ഞങ്ങൾ ആർട്ട് വീഡിയോകൾ കാണിക്കുമെന്ന്. ഇന്ന് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മോളായ ലക്ഷ്മിപ്രിയയാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പശ റെഡിയാക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ പശ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഇടാം. അപ്പം പശ റെഡി ആയിട്ടുണ്ട്. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്ലാറ്റ് കുപ്പിയാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പശ കുറച്ച് ഒഴിച്ച് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് തേച്ചിട്ട് ടിഷ്യൂ പേപ്പർ ചെറുതാക്കി കീറി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കാം. ഇങ്ങനെ നമുക്ക് 2 ലെയർ ഒട്ടിക്കണം. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് പെയിൻറ് അടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ 2 ലെയർ ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് അടിക്കാം. ഇപ്പൊ ഞാൻ ബോട്ടിൽ ഫുള്ള് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ലീഫിന്റെ ഷേപ്പിൽ നമുക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയുടെ മുകളിൽ ഒരു കാർബൺ പേപ്പർ വെച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ട്രേസ് ചെയ്യണം. ഈ ലീഫ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ബോട്ടിൽ വരച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ ബോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ലീവ്സിൻ്റെ പടമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ് അടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ വെയിൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഗ്രീൻ പെയിൻറ്റും ഗോൾഡൻ കളർ പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഔട്ട്ലൈൻ വരച്ച ലീഫിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2 ലെയറൊക്കെ ചെയ്യേണ്ടി വരും. ഇനി 2 ലെയർ അടിച്ചിട്ടും ഡാർക്ക് ആയില്ലെങ്കിൽ ഡാർക്ക് ആവണ വരെ അതിൻ്റെ മുകളിൽ കൂടെ ഓരോരോ കോട്ടായിട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ ലീവ്സും ചെയ്തെടുക്കണം.
ബോട്ടിൽ വരച്ച എല്ലാ ലീഫും ഞാൻ ഇതുപോലെ പെയിൻറ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വള്ളികൾ വരയ്ക്കണം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ചോക്കാണ്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി ഈ വള്ളി വരയ്ക്കുന്ന സമയത്ത് എല്ലാ ലീഫിൻ്റെ അറ്റവും മുട്ടിയിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ കുറച്ച് വളഞ്ഞും ചെരിഞ്ഞൊക്കെ വരയ്ക്കുക. ഇപ്പം ഞാൻ ബോട്ടിലിൽ എല്ലാം വരച്ച് കഴിഞ്ഞു. വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് ലൈനറാണ്. നിങ്ങൾക്ക് ഗ്ലാസ് ലൈനർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് വൈറ്റ് കളർ പെയിൻറ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ അറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ വരച്ച ഈ ലൈനിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമുക്ക് ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം. ഞാൻ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഞാൻ കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലൈനുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതിൻ്റെ അറ്റത്താണ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒട്ടിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ വള്ളിയുടെ പല ഭാഗത്തായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ലൈൻസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തൊട്ടിക്കാനുള്ള ഫ്രൂട്ട് നമുക്ക് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പർ ക്ലേ ആണ്. ഇത് ഞാൻ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ക്ലേ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ കുറച്ചധികം നമുക്ക് വേണം, കാരണം ഓരോ ലൈനിൻ്റെ അറ്റത്തും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചധികം ഉരുട്ടി റെഡിയാക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബോൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഇതിൽ ഒട്ടിക്കണേ നോക്കാം. നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഓരോ ലൈൻസിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് കുറച്ച് പശ തേച്ച് ഓരോ ബോൾസ് നമുക്ക് ഓരോ ലൈനിൻ്റെ അറ്റത്ത് ഒട്ടിക്കാം. ഇങ്ങനെ നമ്മൾ വരച്ച എല്ലാ ലൈൻസിൻ്റെ അറ്റത്ത് ഒട്ടിക്കണം. ഞാൻ ഈ ക്ലേ ഒക്കെ ഒട്ടിച്ച് ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ പേപ്പർ ക്ലേ ഉണങ്ങാനായിട്ട് ഒരു ദിവസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കണം.
ഫുള്ള് പെയിൻ്റ് അടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് മുകളിൽ കൂടെ വാർണിഷും കൂടെ അടിക്കണം. ഏത് ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോഴും വാർണിഷ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അല്ലെങ്കിൽ നമുക്കത് കുറേ കാലത്തേക്ക് നിൽക്കില്ല. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു ആർട്ട് വർക്കായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. നിങ്ങളെല്ലാവരും ഈ ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.